നമസ്കാരം. ഒരു പുതുവർഷത്തെ വരവേൽക്കുന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ വിഷു എന്ന ദിനത്തിൽ തുടങ്ങുന്നത്. വിഷു ദിവസം മേടസംക്രമം കഴിഞ്ഞ് എന്ന് പ്രഭാതത്തിന് അന്നത്തെ ദിവസമാണ് ഈ വിഷുക്കണി കാണുന്നത്. വിഷുക്കണിക്ക് കഴിഞ്ഞ വർഷത്തെ വേനൽ കഴിഞ്ഞ് കൃഷിയിടങ്ങളിൽ കൃഷിയൊക്കെ ചെയ്ത് ഫലമൂലാദികളെല്ലാം തന്നെ കണിക്ക് ഒരുക്കുന്നു. പ്രത്യേകിച്ചും അതിൽ വെള്ളരിക്ക വളരെ പ്രധാനമാണ്. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചക്ക മാങ്ങയൊക്കെ കണിക്കായിട്ട് വയ്ക്കും. വാൽക്കണ്ണാടി അടക്കമുള്ള അഷ്ടമംഗലം അതിലേറ്റവും പ്രധാനമാണ്. ഇതിന് പുറമെ വസ്ത്രം, നാണ്യം, കണിക്കൊന്ന മുതലായവയൊക്കെ വെച്ച് നമ്മളൊരു പുതുവർഷത്തെ സ്വീകരിക്കുന്നു. ഇതിനെല്ലാം പുറമെ ഒരു കൃഷ്ണന്റെ വിഗ്രഹവും വിളക്കും വെച്ച് തലേ ദിവസം തന്നെ അതിനൊക്കെ ഒരുക്കി വെച്ച് വിഷു ദിനത്തിൻ്റെ അന്ന് കാലത്ത് ഈ കണി കണ്ട് ഒരു പ്രഭാതത്തെ, ഒരു പുതിയതായിട്ട് വർഷത്തെ നമ്മൾ സ്വീകരിക്കുന്നതാണ് ഈ ഒരു സംവിധാനം. അതിനുശേഷം നമ്മുടെയൊക്കെ സാധാരണഗതിയിൽ ഒരു ആഘോഷം എന്നുള്ള നിലയിൽ പടക്കമൊക്കെ പൊട്ടിക്കുന്നു, ആഹ്ലാദമൊക്കെ സ്വീകരിക്കുന്നു. വിഷു കൈനേട്ടം പ്രായത്തിലും മീതുള്ള ആൾക്കാർ, പ്രായത്തിലും കുറവുള്ള ആൾക്കാർക്ക് വിഷു കൈനേട്ടമൊക്കെ കൊടുത്ത് നമ്മളൊരു പുതിയതായിട്ടുള്ള വർഷത്തെ സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഈ വിഷുദിനം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധികൾ ഉണ്ടാകുവാനായിട്ട്, നല്ലത് വരുവാനായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ. നമസ്കാരം.